ആദ്യത്തെ സിനിമ 21 വയസ്സിലായി ലാലേട്ടൻ്റെ മൈ ഫസ്റ്റ് മൂവി വാസ് വിത്ത് ലാലേട്ടൻ. ലാലേട്ടൻ്റെ മുഖത്ത് നിങ്ങൾ വരച്ച് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പം ബറോസ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്ക്. ലാലേട്ടൻ ഇതൊരു കരണക്കാട്ടിന് മുമ്പ് വിളിച്ചിട്ടാണ്, പക്ഷേ ഞാൻ ഉപനിഷത്തുകളും വേദങ്ങളും എടുത്തിട്ടാണ് അത് സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 12 പാട്ടിൻ്റെ സിനിമയാണ്. എനിക്ക് തോന്നുന്നു സിനിമയിൽ ഏറ്റവും പാട്ട് വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാ നായകന്മാർക്കും ഒരു പാട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ നായകൻ്റെ. സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ വലിയൊരു സ്റ്റെപ്പാണ് ഞാൻ ഈ പാൻ ഇന്ത്യ സിനിമ കൈവച്ചത്. സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന റോള് കണ്ട എല്ലാവർക്കും നമസ്കാരം. സന്തോഷം മാത്രമല്ല, വളരെ നന്ദി എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ സ്റ്റേജിലാണ് എപ്പോഴും കണ്ടിരിക്കുന്നത്. പക്ഷേ 20 വയസ്സ് മുതൽ ഞാൻ സിനിമയിൽ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി, അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ആദ്യത്തെ സിനിമ 21 വയസ്സിലായി ലാലേട്ടൻ്റെ മൈ ഫസ്റ്റ് മൂവി വാസ് വിത്ത് ലാലേട്ടൻ when I was 21 years old. അത് കഴിഞ്ഞ് ചെയ്തു. പിന്നെ പക്ഷേ സ്റ്റേജുകളിലാണ് നിങ്ങളെന്നെ എപ്പോഴും കാണുന്നത്. പക്ഷേ ഞാൻ ഇടയ്ക്കൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. 20 മുതൽ 23 വയസ്സിൻ്റെ ഇടയ്ക്കൊരു 10 പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ ലെവൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഞാൻ ഉപനിഷത്തുകളും വേദങ്ങളും എടുത്തിട്ടാണ് അത് സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്ന് നന്ദി പറയാനുള്ള ടൈംസ് മ്യൂസിക്കിൻ്റെ ഹെഡ് പ്രമോദ് ശങ്കർ വാസ് ഹെഡ് ഓഫ് ദാറ്റ് പ്രൊജക്റ്റ്. ഈ ഒരു സീക്രട്ട് ചാൻസ് എന്ന് പറഞ്ഞു ഈ 10 ആൽബം സംഭവിച്ചത് നമുക്കറിയാം. കാരണം നമ്മുടെയൊക്കെ നാട്ടിലും അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന അതിർത്തികളാണല്ലോ മതം എന്ന് പറയുന്ന അതിർത്തി. ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നു. എനിക്കത് അങ്ങനെ അതിർത്തി നമ്മുടെ സൊസൈറ്റി ചുറ്റും കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് എന്ത് നടക്കുന്നു നമുക്ക് അറിയുന്നില്ല, അറിയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നില്ല. പക്ഷെ എനിക്കതൊക്കെ മാറേണ്ട വന്നു. കാരണം മ്യൂസിക് അല്ലെങ്കിൽ കല, സംഗീതത്തിന് അതിർത്തികൾ കെട്ടരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിർത്തി പൊളിച്ചിട്ടാണ് ഞാൻ അന്ന് ആ പ്രൊജക്റ്റ് ചെയ്തത്. എൻ്റെ വീട്ടിലും ചുറ്റുപാടൊക്കെ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടത് ചെയ്തു എന്ന് പറഞ്ഞു. അത് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ പല ലോകത്തിൻ്റെ പല നാനാഭാഗത്തു നിന്നും എനിക്കിങ്ങനെ മെസ്സേജുകൾ വരാറുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനത്തെ വേദങ്ങൾ കേൾക്കാൻ. വേദങ്ങൾ മുഴുവൻ ഹാർമണൈസ് ചെയ്ത് 10-60 പേരെ കൊണ്ട് പാടിച്ച് ആ വേദങ്ങൾ കേട്ടതാണ് എൻ്റെ ഈ സിനിമയിലത്തെ നായകനും പ്രൊഡ്യൂസറായിട്ട് വിഷ്ണു മച്ചു. എനിക്കൊരു ഫോൺ വരികയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന്, ഒരു മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹി ടുക്ക് മീ ടു ഹൈദരാബാദ്. എനിക്ക് ഞാൻ തെലുഗു സിനിമ അധികം കണ്ടിട്ടില്ല. എന്നപോലെ അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി. ഞാനവിടെ ചേർന്ന് സുന്ദരനായ ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കണം. ഇത് നടക്കുന്നത് 7 വർഷം മുമ്പ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞാനൊരു ശിവന്റെ പടം അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിയതെന്ത് ഇതിൻ്റെ എൻ്റെ സിനിമ എനിക്ക് തരുന്നത്. അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ ഈ ആൽബം മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അതിൻ്റെ മ്യൂസിക്കിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഈ പടം വരുന്നത്. 6 വർഷം മുമ്പ് പക്ഷെ അത് നടന്നു. 2-3 വർഷം സംസാരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും എന്നെ വിളിച്ചു, ഈ സിനിമ തുടങ്ങാൻ പോവാണ്, നീ വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് നീ വരണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഞാൻ പടത്തിന് സൈൻ ചെയ്തു. ഓരോ പാട്ടും ടോട്ടലി ഇത് ഒരു 12 പാട്ടിൻ്റെ സിനിമയാണ്. എനിക്ക് തോന്നുന്നു സിനിമയിൽ ഏറ്റവും പാട്ട് വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാ നായകന്മാർക്കും ഒരു പാട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ നായകൻ്റെ തുടക്കം. പിന്നെ പാട്ടുകൾ ഫുൾ സോങ് വെച്ചിട്ടുള്ള പടം. ഒരു 12 ഇപ്പം ലാസ്റ്റ് വീക്ക് ഹി കൺഫേം 1 more സോങ്. യുദ്ധത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അതും 3.5 മിനിറ്റ് നിൽക്കുന്ന 12 മിനിറ്റ് നിൽക്കുന്ന ഒരു യുദ്ധമാണ്. നിങ്ങൾക്കറിയാം അതിന് എത്ര പൈസ ചിലവായെന്ന് എനിക്കറിയില്ല. കാരണം കാണുമ്പോൾ തന്നെ ഞെട്ടലോടെയാണ് ആ സിനിമ. നിങ്ങൾക്ക് ആ യുദ്ധത്തിൻ്റെ ഭാഗമൊക്കെ അതൊരു 3.5 മിനിറ്റ്. ടോട്ടലി 13 പാട്ട് അടങ്ങുന്ന സിനിമയാണിത്. ഇതൊരു ഇതിഹാസമായിട്ട് മാറുന്ന ഒരു സിനിമയാണ്. കാരണം നേരത്തെ പറഞ്ഞു 5 പ്രാവശ്യം ഭക്ത കണ്ടപ്പോൾ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു മോസ്റ്റ് മോഡേണൈസ് വേയിലും ഇത്രയധികം ലെജൻസ് ഇറങ്ങുന്നൊരു സിനിമയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ വലിയൊരു സ്റ്റെപ്പാണ് ഞാൻ ഈ പാൻ ഇന്ത്യ സിനിമ കൈവച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുമോ? അത് മതി. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വർക്ക് ചെയ്തത് വളരെ സമയമെടുത്തിട്ടാണ്. കുറേ ചാലഞ്ചസ് എനിക്കുണ്ടായിരുന്നു. കാരണം ചില കാര്യങ്ങൾ ഐതിഹ്യങ്ങൾ
റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരണം. അതിൻ്റെ ഒറിജിനൽ വെർഷൻ അത് വിഷ്ണു അതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദ എൻറ്റയർ ടീം, ഈവൻ മുകേഷ് സിംഗ് സാർ ആൻഡ് എവറി ആക്ടർ ഇൻക്ലൂഡിങ് മുകേഷ് സിംഗ്. സോ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും വലിയ വില്ലനാണ് ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന റോള് കണ്ട നിങ്ങളൊക്കെ അദ്ദേഹത്തിന് അതൊരു വില്ലനെ അല്ല, വളരെ നൈർമല്യമുള്ള ഒരു ആക്ടറാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. സർ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ റോൾ വാട്ട് യു ഡൂയിങ് ഇൻ ദിസ് മൂവി. ഇതിൽ മ്യൂസിക്കിന് വളരെ പ്രാധാന്യം എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം. കാരണം മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ടാണ് പല ഏരിയാസും പോകുന്നത്. ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഇതിൽ വിഷ്ണു ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പടം ഒരാൾ കാണണം. അതായത് ഇതിന് ഞാൻ പിന്നെ എനിക്കൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു, ഒരു മതപരമായിട്ട് പോവുക ഒരിക്കലുമില്ല. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ദാനമാണ് ഈ സിനിമ. ഒരു വ്യക്തിക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ദാനം എന്ന് പറയുന്നത് കണ്ണായിരിക്കും. കാരണം നമുക്ക് ഒരു കണ്ണുണ്ടെങ്കിൽ പോലും, ഒരു കണ്ണില്ലെങ്കിൽ പോലും അത് ബുദ്ധിമുട്ട്. രണ്ട് കണ്ണും ഇല്ലാതാകാൻ പോകുന്ന ഒരു സിനിമയാണ് ഒരു വ്യക്തിയുടെ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ദാനം എന്ന് പറയുന്നത് ഈ സിനിമയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ആൻഡ് വൺസ് അഗെയിൻ ഇതിനെന്നെ വിളിച്ചിട്ടുള്ള വിഷ്ണു മഞ്ജു, താങ്ക് യു സോ മച്ച് മൈ ഡിയർ ബ്രദർ ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലോകത്തിലെ അല്ലെങ്കിൽ തെലുഗു സിനിമ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡയറക്ടർ മോഹൻ ബാബു സർ. 72 വയസ്സുണ്ട്, പക്ഷേ ആ സ്പിരിറ്റ് അല്ല അദ്ദേഹത്തിന്. അദ്ദേഹം സിനിമയിൽ വരുമ്പോൾ അത് ഓരോ ഭാഗത്തും അദ്ദേഹം വരുന്നതും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നത്, എന്തൊരു പുതിയ മ്യൂസിക് ഞാൻ ചെയ്താലും എനിക്കത് കാണണം പറഞ്ഞ് ഒരു കുട്ടികളുടെ മാതിരി വന്നിട്ട് മുമ്പിൽ വന്നിരുന്ന് കാണും. അത്രയും ഒരു സ്പിരിറ്റുള്ളൊരു നാടകം ഞാൻ കണ്ടിട്ടില്ല. ഈസ് എ ലെജൻഡ്. നമ്മുടെ ലാലേട്ടൻ്റെ മുഖത്ത് നിങ്ങൾ വരച്ച് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇപ്പം ബറോസ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്ക്. ലാലേട്ടൻ ഇതൊരു കേരളക്കാട്ടിന് മുമ്പ് വിളിച്ചിരുന്നു. സോ വി ആർ ഓൾ ലുക്കിംഗ് ഫോർവേഡ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അത് ഞാൻ കുറച്ച് നേരം എടുത്തു. ദിസ് ഇസ് ദ ഓൺലി പ്ലേസ് ഐ ക്യാൻ സ്പീക്ക് മലയാളം സോ മച്ച്. സോറി ഗൈസ്. താങ്ക് യു.